ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഉണ്ണിയപ്പം. ഇവിടെ കുട്ടികളുടെ സ്കൂൾ വെക്കേഷൻ ടൈമാണ്. അന്നേരം ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് അരിയും ശർക്കരയും കൂടെ കൂടി നല്ല സ്മൂത്തായിട്ട് അരച്ച് വച്ചിരിക്കുന്നതാണ്. അപ്പത്തിനൊക്കെ അരയ്ക്കും പോലെ നന്നായി അരച്ച് വച്ചിരിക്കുന്നതാണ്. അരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അരിയും ശർക്കരയും മാത്രമാണ് ഇത് അരച്ച് വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ കൂടിയിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ചെറുപഴവും 1/4 ടീസ്പൂൺ ഏലക്കയും കൂടെ കൂടിയിട്ടിട്ട് ഒന്നും കൂടെ കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ചെറുപഴത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഞാലിപ്പൂവൻ പഴമോ പാളയംകുടം പഴമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടി ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് രാത്രി 10 മണിയായപ്പോഴാണ് അരച്ച് വെച്ചത്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ഉണ്ണിയപ്പം ചൂടാൻ റെഡി ആയിട്ടിരിക്കും. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ്, ബേക്കിംഗ് സോഡ പൗഡറൊന്നും ഇടാറില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ 2-3 മണിക്കൂറിനുള്ളിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ബാറ്റർ റെഡിയാവുമെന്നാണ് പറയുന്നത്. ഞാനൊരു 1/4 മുറി തേങ്ങ ചെറിയ കൊത്തുകളായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഈ നെയ്യിൽ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. ഇത് ഇന്നലെ രാത്രി അരച്ച് വെച്ച നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററാണ്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തത് ഞാൻ തണുക്കാനായിട്ട് വച്ചിരുന്നു. അത് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബാറ്ററിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇതാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം. ഇതിന് അപ്പക്കാര എന്നും പറയും. ഇത് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇനി ഉണ്ണിയപ്പം ചൂടാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി തീ ഏറ്റവും കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോ ഹോളിലോട്ടും നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുക. ഈ സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ പുറകുവശം വേഗം അങ്ങ് വെന്ത് വരും, ഉള്ളുവശം വേഗില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കുക. ഇത് കണ്ടോ, ഇത് 2 മിനിറ്റേ ആയുള്ളൂ. അപ്പോഴത്തേക്ക് അത് ഒരു സൈഡ് ബ്രൗൺ കളറായി. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മറിച്ചിട്ട സൈഡും ഇത് വേണം 2 മിനിറ്റിനുള്ളിൽ ബ്രൗൺ കളറാവും. അന്നേരം നമുക്കിത് അടുപ്പത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇനി ഈ സൈഡും ഒരു 2-3 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അത്രയും നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഈ സൈഡും നമ്മുടെ ബ്രൗൺ കളറായി. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മറിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഇത് കോരിയെടുക്കാം. ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റും കൂടി നമുക്കിത് കുക്ക് ചെയ്തിട്ട് പിന്നെ അടുപ്പത്തുനിന്ന് എടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി. ഇനി ഇത് നമുക്ക് എടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോണം തന്നെ ബാക്കിയുള്ള ഉണ്ണിയപ്പവും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റായി കിട്ടി. ഇത് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഉണ്ണിയപ്പമാണ്. ഒരു സൈഡ് വെന്ത് കിട്ടി. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡിയായി. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം.
അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉള്ളുവശമൊക്കെ നന്നായി വെന്തു. കണ്ടോ, നല്ല സോഫ്റ്റായി ഉള്ളുവശമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.